Hello friends, welcome back to Technique Malayalam. In we discuss an upcoming mid-range device. In fact, this is lower mid-range. 30,000 device OnePlus Nord CE3. Now, OnePlus Nord CE2 is successor. OnePlus Nord CE3 almost confirmed. OnePlus website is confirmed. OnePlus Nord CE3 is expect hardware in the video. OnePlus Nord CE3 device OnePlus Nord 3 and OnePlus Nord Buds 2R. These three devices are July 5th. So, OnePlus Nord 3 is almost all the things we already a video that's content link channel. Subscribe to the bell icon click here. So, we publish all videos notification. OnePlus Nord CE3 like varam. Appo namukku ippo ariyan kazhinja karyangal design language il namukku oru aqua ennu parna color undu, oru dark bluish color aanu. Appo back panel design appo namukku idu thenne kaana sadhikkum. Idinathu oru triple camera setup oodiyanu vandirikkunnu. Namukku kaanam oru single camera pinne oru second unit il rendu camera aanu koduttirikkunnu. Appo probably 50 plus 8 plus 2 megapixel ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയിലോട്ട് പിന്നീട് വരാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസ് ആണ്. പിന്നെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരു 120 Hz AMOLED ഡിസ്പ്ലേ എന്നുള്ള കൂടിയും കൺഫേംഡ് ആണ്. അതും OnePlusന്റെ വെബ്സൈറ്റിൽ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത്ര അറിയാം 120 Hz AMOLED ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. അത് ഡിസൈൻ ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും. അക്വ എന്ന് പറഞ്ഞൊരു പുതിയ കളർ കൂടിയാണ്. എനിക്ക് ആ കളർ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡാർക്ക് ബ്ലൂയിഷ് കളറാണ്. പ്രോബ്ലി വെള്ളത്തിൻ്റെ ഒരു കളറായിരിക്കും, അതുകൊണ്ടാണ് അക്വ എന്നുള്ള കളർ ഇട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 782G ഒക്ടോകോർ പ്രോസസ്സറാണ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 782G എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇൻഫാക്ട് നവംബർ 2022 ഇറങ്ങിയ ഒരു പുതിയ ചിപ്പാണ്. ഇൻഫാക്ട് ഇന്ത്യയിൽ ഇതുവരെ ആ ചിപ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 778G+, നമുക്കറിയാമല്ലോ നത്തിങ് ഫോൺ 1 വന്ന് അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ആണ്. അതായത് CPU പെർഫോമൻസും GPU പെർഫോമൻസും രണ്ടും തന്നെ അറൌണ്ട് 10% ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇതും 6 നാനോമീറ്റർ ചിപ്പ് തന്നെയാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 782G നല്ലൊരു ചിപ്പ് ആയിരിക്കാനാണ് ചാൻസ്, നല്ലൊരു മിഡ് റേഞ്ച് ചിപ്പ് ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ OnePlus നമുക്കറിയാമല്ലോ പ്രോബ്ലി 8GB 12 ആണോ 16 ആണോ എനിക്കറിയില്ല. 8GB ഡെഫിനറ്റ്ലി ഉണ്ടാവും. ചിലപ്പോൾ 6GB പോയേക്കാം, പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. 8GB ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് നമുക്ക് ചാൻസ് ഉണ്ട്. അതേപോലെ 128 256 ആവാനാണ് ചാൻസ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ആൻഡ്രോയിഡ് 13 ആണ്, അത് ഒബ്വിയസ് ആണ്. അതേപോലെ ഓക്സിജൻ OIS 13 ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ OnePlus CE3 ലൈറ്റിൽ കണ്ട പോലെ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് 50 മെഗാപിക്സൽ ക്യാമറയാണെന്നുള്ള കൂടി കൺഫർമേഷൻ ആയിട്ടുണ്ട്. അതും സോണി IMX890 സെൻസറാണ്. ഇതേ സെൻസറാണ് OnePlus Nord 3ലും അതേപോലെ OnePlus 11R വന്നത്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്താ പറയുക സെൻസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോണി IMX890 50 മെഗാപിക്സൽ സെൻസർ, അതിന് കൂടെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടിയുണ്ട്. അപ്പോൾ അതൊരു കിടിലം ഫീച്ചറാണെന്ന് പറയാം. രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ല ക്യാമറ എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ട്രിപ്പിൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആവാനാണ് ചാൻസ്. അതേപോലെ 2 മെഗാപിക്സൽ മാക്രോവും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് OnePlus ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടെ എനിക്ക് തോന്നുന്നു പ്രോബ്ലി 5000 mAh കപ്പാസിറ്റി ബാറ്ററി ആവാനാണ് ചാൻസ്. പിന്നെ OnePlusന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 80 watt ആവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ 67 watt ചാൻസ് ഉണ്ട്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോബ്ലി 80 watt ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസിങ്, ബാറ്ററി ചാർജിങ് സ്പീഡ്. അപ്പോൾ ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബാക്കി നമ്മളൊരു ചെറിയൊരു ഗസ്സാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 5000 mAh 80 watt പ്രോബ്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ഫീച്ചേഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 25,000 to 30,000 പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കാനാണ് ചാൻസ്. കാരണം OnePlus Nord CE3 ലൈറ്റ് ഓൾറെഡി 20,000 to 25,000 ഉള്ളിൽ വരുന്ന ഒരു ചിപ്പാണ്, ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് Nord 3നേക്കാളും താഴെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 25,000 to 30,000 പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും എനിക്ക് തോന്നുന്നു. പ്രോബ്ലി ഒരു 26,000 27,000 ആ റേഞ്ചിലായിരിക്കാനാണ് ചാൻസ് സ്റ്റാർട്ടിങ് പ്രൈസിങ്. അപ്പോൾ ആ പ്രൈസിങ്ങിൽ എനിക്ക് തോന്നുന്നു ഹാർഡ്വെയർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഒരു ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ഒക്കെയാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ്ഡ്രാഗണിൻ്റെ 782 നല്ലൊരു പ്രോസസ്സറാണ്, 50 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്, ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസും നല്ലതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇതാണ് OnePlus Nord CE 3ൻ്റെ സ്പെക്സ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ പ്രൈസ് സെഗ്മെൻറ്റിന് ഇത് വർത്ത് ആണോ, അതോ ഇതിലും ബെറ്റർ ആയ ഡിവൈസസ് വേറെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope to see you in our next video. Have a great day.